ഹലോ, ഹോം ടു ഹൊറൈസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നെല്ലിക്കച്ചാറിൻ്റെ പുതിയൊരു റെസിപ്പി ആയിട്ടോട്ടോ വന്നിരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ കഴിക്കാത്ത പുതിയൊരു ടേസ്റ്റുള്ള നെല്ലിക്കച്ചാറായിരിക്കും ഇത്. അതിന് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കടുക്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. അധികം വേണ്ട, കറിവേപ്പില കുറച്ച് മതി. പിന്നെ 2-3 കുടം വെളുത്തുള്ളി വേണം. അത് നമ്മൾ നന്നാക്കി നല്ല വൃത്തിയാക്കി എടുത്ത വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉലുവയും, പിന്നെ വേണ്ടത് LG കായം. ഞാൻ കായം LG കായം 100 തന്നെയാണ് കേട്ടോ ചേർക്കുള്ളൂ. എനിക്കതിനാണ് കൂടുതൽ സ്മെല്ല് തോന്നിയിട്ടുള്ളത്. ഇത് വറുത്ത് പൊടിച്ചെടുക്കാനുള്ളത് കേട്ടോ. ഉലുവയും LG കായം കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയുടെ ആ പച്ച അതങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് 2-3 കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. വറ്റൽമുളക് ഒരുവിധം അതിൻ്റെ കളറൊക്കെ മാറി വന്ന് തുടങ്ങുമ്പോൾ നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനിടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഉലുവി കായം കൂടി വറുത്തെടുത്ത് അതൊന്ന് പൊടിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇത് കഴിയുമ്പോൾ ഈ ചൂടായ വെളുത്തുള്ളിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3-4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല കളറിന് എപ്പോഴും കാശ്മീരി മുളക് പൊടി വേണം. എരിവ് കുറവായിരിക്കും, പക്ഷേ അച്ചാർ നമുക്ക് എന്ത് വേണം, നല്ല എരിവ് വേണം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 3-4 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കളറും വേണം, എന്നാൽ അച്ചാറും നല്ല എരിവും വേണം. അപ്പോൾ ഞാൻ 2 മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നെല്ലിക്ക കുറച്ച് എണ്ണയിൽ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചനെല്ലിക്ക അല്ല കേട്ടോ, ഞാൻ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയ നെല്ലിക്കയാണ്, എന്നാൽ ഉടഞ്ഞ് പോയിട്ടുമില്ല. ആ നെല്ലിക്കനെ ഞാൻ നേരെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ എണ്ണയും ഞാൻ അതിനകത്തേക്ക് തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നെല്ലിക്ക ആയതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുകയുള്ളൂ, കാരണം ഒരിക്കലും അതിന് നനവുണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് മറച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് നെല്ലിക്കയിലേക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ജോയിൻ്റായിട്ട് വരുള്ളൂ. പിന്നെ നെല്ലിക്ക ആയതുകൊണ്ട് മസാല പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഫ്രൈ പാനിൽ വിനാഗിരി തിളപ്പിച്ച് ചൂടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിനാഗിരി വെറുതെ ഒഴിക്കാറില്ല, അതൊന്ന് തിളപ്പിച്ച് ചൂടാറിയ ശേഷം മാത്രമാണ് ഞാൻ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം നെല്ലിക്ക എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. നമുക്ക് അച്ചാറാണെങ്കിൽ ഒരിത്തിരി ഗ്രേവി പോലെ ഇരിക്കണം. അപ്പോൾ ആ ഗ്രേവിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി വേണമെങ്കിൽ മേലെ കൂടെ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഞാനത് മറിച്ച് മസാല അതിനകത്തേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പല പ്രാവശ്യം മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തു. കാരണം ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം മറിച്ചെടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കായവും ഉലുവയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല, പൊടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉലുവയും കായും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഭരണിയിലേക്കോ എടുത്ത് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ കെട്ടി ഒരു 3-4 മാസം വെച്ച ശേഷം മാത്രമേ ഈ അച്ചാർ എടുക്കണം കേട്ടോ. നമ്മൾ അച്ചാർ അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒരു നല്ല വെള്ള തുണിയിൽ എണ്ണ മുക്കി മേലെ ഇട്ട് കൊടുത്താൽ പൂപ്പൽ വരാണ്ട് നമുക്ക് അച്ചാർ എടുക്കുമ്പോൾ വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് പൂപ്പൽ വരാത്ത അച്ചാർ കിട്ടും. എന്നിട്ട് മേലെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊരു 3-4 മാസം വെച്ചിട്ട് എടുത്ത് വയ്ക്കി നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിരിക്കും.